നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൈനയിൽ പടർന്നു പിടിച്ച കൊറോണ വൈറസ് രാജ്യത്തെ ആകെ അമ്പരപ്പിന്റെ മുൾമുടിയിൽ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 140-ലേറെ പേർ മരിച്ചതായാണ് പുതിയ കണക്കുകൾ പുറത്തു വരുന്നത്. മാത്രമല്ല 1500-ഓളം പേർക്ക് കൊറോണ വൈറസ് ബാധിച്ചതായും ചൈനയിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതോടുകൂടി ലോകത്തിലാകമാനം 6000-ഓളം പേരാണ് ഇപ്പോൾ കൊറോണ രോഗബാധ പിടിയിലായിരിക്കുന്നത്. അതേസമയം പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ ലാസ എന്ന വൈറൽ പനി പടർന്നു പിടിക്കുന്നതായി മറ്റൊരു റിപ്പോർട്ടും വരുന്നുണ്ട്. നൈജീരിയയിലാണ് ജനുവരി 1 മുതൽ വൈറൽ പനി വ്യാപിക്കാൻ തുടങ്ങിയത്. നൈജീരിയയിൽ 11 സംസ്ഥാനങ്ങളിലായി 29 പേർ ലാസ പനി ബാധിച്ച് മരിച്ചിരുന്നു. എബോളയ്ക്ക് കാരണമായ വൈറസിന്റെ കുടുംബത്തിൽപ്പെട്ട വൈറസാണ് പനിക്ക് കാരണമായി പറയുന്നത്. നൈജീരിയയിൽ 200-ഓളം പേരാണ് ലാസ വൈറൽ പനി ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. രാജ്യത്തെങ്ങും വൈറസ് പടർന്നു പിടിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പനി ബാധിച്ച് ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരുന്ന സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ പ്രതിരോധ നടപടികൾ ഏകോപിപ്പിക്കുവാനായി പ്രത്യേക കേന്ദ്രം തുറന്നിട്ടുമുണ്ട്. വടക്കൻ നൈജീരിയയിലെ ലാസ ടൗണിലാണ് ഈ വൈറൽ പനി ആദ്യമായി കണ്ടെത്തിയതെന്ന പ്രത്യേകതയുണ്ട്. 1969-ലാണ് ഇവിടെ പ്രത്യേകതരം വൈറൽ പനി പടർന്നത്. അതിനുശേഷമാണ് ഈ പനിക്ക് ലാസ പനി എന്ന പേര് വന്നത്. ആഫ്രിക്ക കണ്ട ഏറ്റവും വലിയ പകർച്ചവ്യാധിയായ എബോളയ്ക്ക് കാരണമായ വൈറസിന്റെ കുടുംബത്തിൽപ്പെട്ട വൈറസാണ് ലാസയും. മലേറിയയും ടൈഫോയിഡും പരത്തുന്നതും ഇതേ കുടുംബത്തിൽപ്പെട്ട വൈറസ് തന്നെയാണ്. 2016-ൽ ലവേനിയ, സിറിയ ലിയോൺ, ടോയോ, ബെനിൻ എന്നിവിടങ്ങളിൽ ഈ പനി റിപ്പോർട്ട് ചെയ്തിരുന്നതായി വ്യക്തമാകുന്നുണ്ട്. മൃഗങ്ങളിൽ നിന്നാണ് ലാസ വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നതെന്ന് കണ്ടെത്തിയിരുന്നു. പ്രധാനമായും എലികളിൽ നിന്നാണ് ഈ വൈറസ് പടരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ലാസയും കൊറോണയും ഇപ്പോൾ ലോക ജനതയെ ഇല്ലാതാക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഭയപ്പെടുന്ന ചോദ്യം. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.